വെള്ളാപ്പള്ളി നടേശന്റെ സമത്വ മുന്നേറ്റ യാത്രയ്ക്ക് നാളെ കാസർഗോട്ട് തുടക്കം. പുതുതായി രൂപീകരിക്കുന്ന പാർട്ടി വിവിധ സാമുദായിക വിഭാഗങ്ങളുടെ കൂട്ടായ്മയായിരിക്കുമെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. NSS അണികളും ഒപ്പമുണ്ട്. മോഹൻ ഭാഗവതനും RSSനും യാത്രയുമായി ഒരു ബന്ധവുമില്ലെന്നും വെള്ളാപ്പള്ളി കാസർഗോട്ട് പറഞ്ഞു. സമത്വ മുന്നേറ്റ യാത്രയുടെ സമാപനത്തോടെ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ കാസർഗോട്ട് പറഞ്ഞു. എന്നാൽ ഇതിനായി ചില സാങ്കേതിക പ്രശ്നങ്ങൾ ബാക്കിയുണ്ട്. പേരും മറ്റു വിവരങ്ങളും സമാപന സമ്മേളനത്തിൽ പ്രഖ്യാപിക്കും. സ്വത്ത് വിവരങ്ങൾ, കണക്കുകൾ ഇതെല്ലാം മുൻകൂട്ടി തയ്യാറാക്കി കൊടുത്ത് രജിസ്ട്രേഷൻ കൊടുത്ത് അതും ഒരു മാസം കൂടെ കഴിഞ്ഞ ശേഷമേ അതിൻ്റെ രജിസ്ട്രേഷൻ കിട്ടൂ എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ആശയം എന്നുള്ളത് ഇന്ന് ശക്തമായി തീരുമാനിക്കപ്പെട്ട ഒന്നാണ്. മൂന്നാം മുന്നണിയുടെ ഘടനയെക്കുറിച്ച് പുതിയ പാർട്ടി രൂപീകരിച്ചതിന് ശേഷം മാത്രമേ ആലോചിക്കൂ. SNDP NSS സഖ്യം ഇന്നല്ലെങ്കിൽ നാളെ നടക്കും. സുകുമാരൻ നായർ ഇല്ലെങ്കിലും അണികൾ കൂടെയുണ്ടെന്ന് വെള്ളാപ്പള്ളി. അവിടെ മിസ്റ്റർ സുകുമാരൻ നായർ മാത്രമേ ഉള്ളൂ. സുകുമാരൻ നായരുടെ കാലിൻ്റെ അടിയിലുള്ള സകല നായന്മാർ ഇതിനോടുകൂടി ചേർന്നു എന്നുള്ളതാണ് സത്യം. സംവരണ തത്വങ്ങൾ പാലിക്കുകയാണെങ്കിൽ SN ട്രസ്റ്റിന് കീഴിലുള്ള സ്ഥാപനങ്ങൾ PSCക്ക് വിട്ടു നൽകാൻ തയ്യാറാണ്. SNDP യോഗത്തിൻ്റെ SN ട്രസ്റ്റിൻ്റെ കീഴിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാരിന് വിട്ടുകൊടുക്കാം. PSC നിയമനം വഴി ഇതെല്ലാം നടത്തട്ടെ. അല്ലെങ്കിൽ ഞങ്ങൾ മാനേജ് ചെയ്യാം. PSC വഴി അധ്യാപനം നടത്തട്ടെ, അനധ്യാപക നിയമനം നടത്തട്ടെ. ഇതൊന്നും ഞങ്ങൾ ആരും ഇതില്ല. തനിക്കെതിരെ വരുന്ന വിമർശനങ്ങൾ കൂടുതൽ കരുത്തു പകരുന്നതായും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. സമത്വ മുന്നേറ്റ യാത്ര ഡിസംബർ 5-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. KV ബൈജു, റിപ്പോർട്ടർ, കാസർഗോഡ്.